അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലുകൾ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ മാനസിക, ശാരീരിക, സാമ്പത്തികമായ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം അല്ലാഹു തആല നൽകുമാറാവട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ സിഹിർ ബാത്തിലാക്കുന്ന വിഷയവും അതുപോലെ സിഹിർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളുമൊക്കെയായിരുന്നു നാം പരിചയപ്പെടുത്തിയിരുന്നത്. ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് കൈവിഷം എന്ന ഒന്നിനെ സംബന്ധിച്ചാണ്. കൈവിഷം എന്നത് സിഹിർ പോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. പലരും വഞ്ചിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കൈവിഷം എന്നുള്ളത്. നാം ഒരാളുടെ അടുക്കിലേക്ക് ഏതെങ്കിലും ഒരു ഉസ്താദിന്റെയോ അല്ലെങ്കിൽ ഒരു സയ്യിദിന്റെയോ അടുക്കിലേക്ക് ചെന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജ്യോത്സ്യക്കാരുടെ അടുക്കിലേക്ക്, ആസ്ട്രോളജിക്കാരുടെ അടുക്കിലേക്കോ ഒക്കെ ചെന്ന് നാം നമ്മുടെ പ്രയാസങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞാൽ അവര് നമ്മോട് പറയുന്ന അല്ലെങ്കിൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് കൈവിഷം എന്നുള്ളത്. എല്ലാവർക്കും കൈവിഷം എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. വരുന്നവർക്കൊക്കെ കൈവിഷം. അതിനുവേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടി, ആ കൈവിഷം ഒഴിവാക്കാൻ വേണ്ടി പലരും പലരുടെ അടുക്കിലേക്കും പോകുന്നു, പലവിധ ചികിത്സകളും നടത്തുന്നു. അങ്ങനെ ചില ആളുകൾ കൈവിഷം അത് കത്തി കൊണ്ട് പൊക്കിളുടെ ഭാഗത്ത് നിന്ന് ചുരണ്ടിയെടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ കൈ കൊണ്ട് തന്നെ പൊക്കിളുടെ ഭാഗത്തുമൊക്കെ ഉരസിക്കൊണ്ട് ഉരുട്ടിയെടുക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾ ചില കറുത്ത ഒരു തരം ഗുളികകളുണ്ട്, അത് ഗ്ലാസ്സിലോ മറ്റോ ഒക്കെ കലക്കി കൊടുക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾ ഛർദിപ്പിക്കുന്നവരായിരിക്കും. ഏതായാലും അതിനൊക്കെ അവര് 10,000-ഉം അതുപോലെ 5,000-ഉം അതിനേക്കാൾ ഒക്കെ കാശുകൾ വാങ്ങി ജീവിക്കുന്ന ആളുകളും ഉണ്ട്. ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ പലരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ വഞ്ചിക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കൈവിഷം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കണം. അങ്ങനെ ഒരു വിഷം ഉണ്ടോ എന്ന് തന്നെ നാം സംശയിക്കണം. അങ്ങാടികളിൽ ചെന്നാൽ, ഏതെങ്കിലും ആയുർവേദ കടകളിലൊക്കെ ചെന്നാൽ, ഇപ്പൊ കോട്ടക്കൽ ആയുർവേദ ശാലയിലൊക്കെ ചെന്നാൽ കൈവിഷ പരിഹാര ഗുൾഗുലു എന്നൊക്കെ പറയുന്ന ഒരു തരം ഗുളികകൾ ലഭിക്കും. കൈവിഷം പോകാൻ വേണ്ടി അവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു തരം ഗുളികകളാണിത്. യഥാർത്ഥത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. കൈവിഷം എന്ന അങ്ങനെ ഒരു വിഷം തന്നെ ഇല്ല. മറിച്ച് ഉള്ളത് കൈവശം എന്നാണ്. അതായത് സ്വാധീനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വശീകരിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ വശീകരിച്ചു നമ്മിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, സ്വാധീനിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ നൽകുന്നതൊക്കെ കൈവിഷമാണ്. അത് കൈവശം എന്നാണ്. അതായത് ഇത് നൽകി വശത്താക്കുക എന്ന ഒരു തത്വത്തോടുകൂടെ നൽകുന്നതൊക്കെ കൈവശമാണ്. ആ കൈവശം എന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിലൂടെ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും നൽകാം. അങ്ങനെ അകപ്പെട്ടു കഴിഞ്ഞാൽ വശത്താക്കാൻ വേണ്ടി നാം എന്തെങ്കിലും
ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കാരണം ഇത് ആർക്കാണോ നൽകിയതെങ്കിൽ അവർക്ക് വയറുവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ശാരീരികമായി പല വിധത്തിലുള്ള തളർച്ചയും ഉണ്ടാകും. കാരണം വശത്താക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒന്നാണ്. അത് ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ അവരുടെ ശരീരം തളരും, അല്ലെങ്കിൽ അവർക്ക് മറ്റു പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകും. അതിന് നാം ഒരിടത്തിലേക്ക് പോയി അത് ഛർദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുകയോ ഒക്കെ ചെയ്തത് കൊണ്ട് അത് പോവുകയില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ അവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 6 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് വരെ കൊടുത്ത കൈവശം ഇപ്പോഴും ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഇതിന്റെയൊക്കെ അവസ്ഥ ശരിയായ രീതി മനസ്സിലാക്കി ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ വലയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് നാം ആണ്. അപ്പോൾ ഇത്തരം ആളുകളുമായി നാം സമീപിക്കുമ്പോൾ അവരുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ പെട്ടു നാം കുടുങ്ങിപ്പോകരുത് എന്നതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഏതായാലും വശത്താക്കാൻ വേണ്ടി നൽകുന്ന ഒന്നാണല്ലോ കൈവശം എന്നുള്ളത്. ആ കൈവശം പെട്ടുകഴിഞ്ഞാൽ ശരീരത്തിന് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത് പോകാൻ വേണ്ടി നാം ലക്ഷങ്ങൾ മുടക്കേണ്ടതില്ല, 10,000 മുടക്കേണ്ടതില്ല. വളരെ ചെറിയ 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 വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വയറ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതൊക്കെ ശുദ്ധിയാകും. അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. അതിന് 1, 2 അല്ലെങ്കിൽ 3, 4, 5 ദിവസങ്ങൾ ചെറിയ ചെറിയ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് ആ കൈവശം നമുക്ക് കളയാവുന്നതാണ്. കൈവിഷ പരിഹാര ചൂർണം എന്ന് പറയുന്ന ഒരു ചൂർണമുണ്ട്. ആ ചൂർണത്തിന് വെറും 150 രൂപ മാത്രമേ വിലയുള്ളൂ. 150 രൂപ കൊണ്ട് കളയാൻ കഴിയുന്ന ഒന്നിന് 1000-ഉം 10,000-ഉം കൊടുത്തുകൊണ്ട് നാം ഈ വിഷയത്തിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അപ്പൊ കൈവശ പരിഹാര ചൂർണം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വയറ് ക്ലിയറാക്കി കൈവശം പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, കൈവശം എന്ന് കളയാൻ ആവശ്യമായ ഒന്നാണ് വെറ്റില. വെറ്റില എന്ന് പറയുമ്പോൾ